ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു രാധീസ് വേൾഡ്. ഇന്ന് നമുക്ക് ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ളൊരു പുഡിംഗ് ഉണ്ടാക്കാം. അതിനാവശ്യമായുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി നമുക്ക് ആൽമണ്ട് മിൽക്ക് ഒരു 2 കപ്പ് മെഷർ ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ അൺസ്വീറ്റൻഡ് മിൽക്കാണ് ഉപയോഗിക്കുന്നത്. ഇത് മെഷർ ചെയ്തതിന് ശേഷം നമുക്കൊരു ജാറിലോട്ട് മാറ്റാം. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ചിയ സീഡ്സ് ആഡ് ചെയ്യാം. ചിയ സീഡ്സ് ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളൊരു സാധനമാണ്. ഇതിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മേപ്പിൾ സിറപ്പും ആഡ് ചെയ്യാം. മേപ്പിൾ സിറപ്പ് ഇല്ലെങ്കിൽ നമുക്ക് ഹണിയും ആഡ് ചെയ്യാം. പിന്നെ അതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം വാനില എസൻസും ആഡ് ചെയ്യാം. ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഇതൊരു ഫ്രിഡ്ജിൽ ഒരു 10 മണിക്കൂറോളം സെറ്റ് ആവാൻ വയ്ക്കാം. 10 മണിക്കൂറിന് ശേഷം നമുക്കിത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതാണ് ഈ ഒരു കൺസിസ്റ്റൻസി ആയി കാണും. അപ്പോൾ നമുക്കൊരിത് ബ്രേക്ക്ഫാസ്റ്റിന് ഉപയോഗിക്കണമെങ്കിൽ നമുക്കൊരു ഓവർനൈറ്റ് ഇത് പ്രിപ്പയർ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാം. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് വേരിയേഷൻസ് കാണിക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് ഇതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കഴിക്കാം, അല്ലെങ്കിൽ ഡ്രൈ നട്ട്സ് ആഡ് ചെയ്യാം. ഇത് നല്ലൊരു ടേസ്റ്റിയും അതുപോലെ തന്നെ ഹെൽത്തിയാണ്. കണ്ടില്ലേ, എത്ര ഈസി ആയിട്ട് ഉണ്ടാക്കാം. പിന്നെ വേറൊരു വേരിയേഷന് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം. ഞാനിവിടെ ഉപയോഗിക്കുന്ന സ്ട്രോബെറിയും ബ്ലൂബെറിയും ആഡ് ചെയ്തിട്ടുള്ള ഒരു വേരിയേഷൻ കാണിക്കുകയാണ്. ഇത് നമുക്ക് പ്രിപ്പയർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ ഒരു 3-4 ദിവസം ഒക്കെ സുഖമായിട്ടിരിക്കും. ഇത് കേടാവത്തൊന്നുമില്ല. വേറൊരു വേരിയേഷൻ ഞാൻ സ്ട്രോബെറി വെച്ച് ഒരു പ്യൂരി ഉണ്ടാക്കി. അപ്പോൾ അത് നമുക്ക് ഈ പുഡിങ്ങിൻ്റെ മേലെ ഇട്ട് ഒരു മിഡിൽ ലെയറായിട്ട് പ്യൂരി നമുക്ക് ആഡ് ചെയ്യാം. സ്ട്രോബെറിൻ്റെ പ്യൂരിയാണ്. പിന്നെ അതിൻ്റെ മേലെ കുറച്ചും കൂടെ നമ്മുടെ ചിയ സീഡ് പുഡിങ് ആഡ് ചെയ്ത്, പിന്നെ കുറച്ച് ചോപ്ഡ് മാംഗോസ് ഉണ്ട്, അതും ആഡ് ചെയ്തിട്ട് കഴിക്കാം. സോ കണ്ടോ, ഒരു നല്ല കളർഫുള്ളാണ്. അപ്പോൾ ഓരോ ദിവസം നമുക്കിത് ചിയ സീഡ് പുഡിങ് ഫ്രിഡ്ജിലുണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഓരോ ദിവസം നമുക്ക് ഇങ്ങനത്തെ ഓരോ ഫ്രൂട്ട്സോ നട്ട്സോ ഒക്കെ ആഡ് ചെയ്തിട്ട് ഒരു ഡിഫറെൻ്റ് ആയിട്ട് കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, share and subscribe to Radhi's World. Thank you.